കേരളം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കാനൊരുങ്ങുന്ന സാഹചര്യത്തിൽ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഇനി എന്തായിരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്നൊരു ചോദ്യമാണ് ഏറ്റവും ഉയർന്നു കേൾക്കുന്നത്. വീണ്ടും തുടർഭരണം ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വ്യാമോഹിച്ചുകൊണ്ട് നിൽക്കുന്ന പിണറായി സർക്കാരും എങ്ങനെയും അധികാരം പിടിക്കണമെന്നുള്ള ഉറപ്പിൽ നിൽക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ UDF. ഇനി UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ BJPയുടെ കേരളത്തിലെ വളർച്ച തടയാൻ CPM പകരം അല്ലെങ്കിൽ CPM-നെതിരായി മറ്റേത് പാർട്ടി വരും എന്നൊരു ചോദ്യമാണുള്ളത്. അത്തരത്തിലൊരു പുതിയ പാർട്ടി ഉത്ഭവിക്കുമെന്നുള്ളൊരു ഒരു കിംവദന്തിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. അതിന് എത്രത്തോളം സാധ്യതകളുണ്ട്? 2026 LDF മൂന്നാം ടേം ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. പിണറായി 3.0 എന്ന നിലയിൽ ഉള്ള പ്രചരണങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ വർക്കുകളും അവർ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. എക്കാലത്ത് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ LDF-ന് മേൽക്കൈയുണ്ട്, UDF-ന് പോകും. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല. ഈ പ്രാവശ്യം UDF-ന്റെ സ്റ്റാർ ക്യാമ്പയിനർമാരായിട്ട് ഇപ്പൊ ജംബോ കമ്മിറ്റിയൊക്കെ നിലവിൽ വന്ന സാഹചര്യത്തിൽ സ്റ്റാർ ക്യാമ്പയിനർമാരായിട്ട് ഓരോ ജില്ലയിലും ഓരോ മുനിസിപ്പാലിറ്റികളിലും ഓരോ കോർപ്പറേഷനിലും കൃത്യമായി സീനിയർ നേതാക്കളെ ഇറക്കിക്കൊണ്ടുള്ള പ്രചരണത്തിനാണ് രൂപം നൽകിയിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതായത് ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ K. സുധാകരനെ ഏൽപ്പിച്ചിട്ടുണ്ട്, എറണാകുളത്തെ സംബന്ധിച്ച് VD സതീശൻ, അതേപോലെ കോട്ടയത്താണെങ്കിലും ബെന്നി ബെഹന്നാൻ, അതേപോലെ തന്നെ ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ, കോട്ടയത്ത് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതേപോലെ KC വേണുഗോപാൽ, ചെന്നിത്തല, ഇങ്ങനെ ഒരുപാട് സീനിയർ നേതാക്കൾ തദ്ദേശത്തിന് ഇക്കുറി നേരിട്ട് ഇറങ്ങിയായിരിക്കും പ്രചരണങ്ങൾ നയിക്കുക. ആത്യന്തികമായ ലക്ഷ്യം 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുൻപായി തദ്ദേശ തലത്തിൽ ഇതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിലൂടെ ആ ട്രെൻഡ് പിടിച്ച് അടുത്ത വരുന്ന 2026 വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാമെന്നുള്ള കണക്കുകൂട്ടലിലാണ് നിലവിൽ കോൺഗ്രസും UDF-ഉം ഉള്ളത്. അതിൽ ഇനി കോൺഗ്രസിനാണ് എന്തെങ്കിലും ചെയ്യാനുള്ളത്. ലീഗിൻ്റെതായ റോളുകൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മളത് കണ്ടതാണ്. കോൺഗ്രസ് ഇനിയിപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നനുസരിച്ച്, അതായത് കോൺഗ്രസ് എത്ര സീറ്റ് പിടിക്കുന്നു അനുസരിച്ച്, ഘടകകക്ഷികൾ എത്രത്തോളം പെർഫോമൻസ് കാണിക്കുന്നു അനുസരിച്ചിരിക്കും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF ഭരണത്തരത്തിലുള്ള സാധ്യത. അതെ, പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും UDF അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് അത്രത്തോളം ആർജവമായ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇപ്പോഴും തണുത്തൊരു മട്ടിൽ തന്നെയല്ലേ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്? അത് കൃത്യമായി പറഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പടലപ്പണക്കങ്ങൾ, അതായത് എന്ത് പാർട്ടി കോൺഗ്രസ് ആണ്. അതായത് ഇപ്പം നമുക്ക് കേഡർ സംവിധാനത്തിലേക്കും സെമി കേഡർ സംവിധാനത്തിലേക്കും ഒക്കെ ഉയരണമെന്ന് പറഞ്ഞാലും അവസാനമാകുമ്പോൾ അവരുടെ ഉള്ളിലെ എല്ലാം ഉൾപാർട്ടി ജനാധിപത്യം പൊട്ടിപ്പുറപ്പെടും, അത് മുന്നിലേക്ക് വരും. മറ്റൊരു കാര്യം നമ്മൾ പറയാനുള്ളത്, CPM ആണെങ്കിൽ അതൊരു കൃത്യമായി കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അവിടെ കൃത്യമായുള്ള സംഘടനാ ബൈലോ അനുസരിച്ച് പറഞ്ഞാൽ അത് ഇതിനെപ്പറ്റി പ്രതികരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി പ്രതികരിക്കില്ല. അവ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മുറിമുറിപ്പുകളൊക്കെ ഉണ്ടാകും, പക്ഷെ പുറത്തേക്ക് വരുന്നത് എന്താണ്? പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനല്ല. എല്ലാ നേതാക്കന്മാർക്കും അഭിപ്രായമുണ്ട്. അവർ കൃത്യമായ അഭിപ്രായങ്ങൾ തുറന്ന് പറയുകയും ചെയ്യും. അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഇപ്പോൾ നോമിനികളുണ്ട്, പലതരത്തിലുള്ള നോമിനികളുണ്ട്. ഇപ്പം ഹർഷ നേരത്തെ സംബന്ധിച്ചാൽ അത്തരത്തിലുള്ളൊരു പ്രയത്നമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ DCC-കളുടെ കാര്യം വളരെയധികം ശോചനീയാവസ്ഥയിലാണ്. ഈ ജംബോ കമ്മിറ്റി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് DCC പുനഃസംഘടനകൾ പൂർത്തിയാക്കണമെന്ന തരത്തിൽ വാർത്ത നമ്മൾ കണ്ടിരുന്നു, പുറത്തു വന്നിരുന്നു. അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ പലയിടത്തും പല സീനിയർ നേതാക്കളുടെയും നോമിനികളെ പരിഗണിക്കാത്തത് കൊണ്ടും അതേപോലെ തന്നെ ഇഷ്ടക്കാരെ കിട്ടാത്തത് കൊണ്ടും തിരുവനന്തപുരത്ത് നമുക്കറിയാം ഇപ്പം KPCC ഉപാധ്യക്ഷനായിട്ട് വന്നിരിക്കുന്ന പാലോട്ട് രവി DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ സാഹചര്യത്തിൽ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതേപോലെ തൃശ്ശൂര്, കണ്ണൂർ K. സുധാകരനെ നോമിനിയാക്കണമെന്ന് പറയുന്നു. അതേപോലെ കൊല്ലത്ത് കൊടിക്കുന്നിലിന്റെ നോമിനിയാക്കണമെന്ന് പറയുന്നു. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് DCC പുനഃസംഘടനയെ പറ്റി. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇപ്പൊ KPCC അധ്യക്ഷൻ നല്ലപോലെ പാടുപെടുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതേസമയം CPM-നെ സംബന്ധിച്ച് പറയുന്നത്, CPM ഇപ്പോഴേ ഒരു 75 സീറ്റിന് പുറത്ത് ഉറപ്പിച്ചൊരു സാഹചര്യത്തിലാണ് അവർ മുന്നോട്ട് പോകുക. അവർക്ക് അത്രയും കോൺഫിഡൻസിലോടാണ് മുന്നോട്ട് പോകുന്നത്. കാര്യം എന്തെന്നാൽ ബാക്കിയെല്ലാം കിട്ടുന്നത് ബോണസാണ്. സ്റ്റാർ ക്യാമ്പയിനറായിട്ട് മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നത് എന്തായാലും നമ്മളുടെ പിണറായി വിജയൻ തന്നെയായിരിക്കും ഉയർത്തിക്കാട്ടാൻ കഴിയുന്നത്. ചിലപ്പോൾ അടുത്ത ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞ 2 വർഷം പുള്ളിക്കാരൻ മുഖ്യമന്ത്രി ആയിരിക്കും. അത് കഴിഞ്ഞ് ആര് എന്നൊരു ചോദ്യമുണ്ട്. അതിന് മുമ്പ് തന്നെ പുള്ളിക്കാരൻ ആരോഗ്യസ്ഥിതിക്ക് വളരെയധികം മോശമാണെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ.
അപ്പൊ അതനുസരിച്ച് അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകാം. പക്ഷേ ഇപ്പൊ പറഞ്ഞതിൽ തന്നെയും അടുത്ത 2 വർഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും, അത് കഴിഞ്ഞ് ആര് എന്നൊരു ചോദ്യമാണെന്ന് പറഞ്ഞു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ തന്നെ ആര് മുഖ്യമന്ത്രി ആകുമെന്നുള്ള ചോദ്യത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇന്നയാള് മുഖ്യമന്ത്രി ആകും അല്ലെങ്കിൽ ഇന്നയാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് പറയാൻ പോലും കോൺഗ്രസിന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എല്ലാവരും നേതാക്കന്മാരാണ്, 1, 2 അല്ല 4, 5, 6 നേതാക്കന്മാരാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ളത്. ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം തന്നെയാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നമ്മൾ അതിൽ കാണേണ്ടത് ഇപ്പൊ പ്രധാനമായും ഊർന്നു നിൽക്കുന്ന പേരുകൾ ആരൊക്കെയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് KC വേണുഗോപാൽ കേരളത്തിൽ വന്ന് ഈ സംഘടനാ തലത്തിലുള്ള ജമ്മു കമ്മിറ്റി റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് അതെങ്കിൽ OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയതിനൊക്കെ ശേഷം KC വേണുഗോപാൽ കേരളത്തിൽ പിടിമുറുകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്നാൽ നമ്മൾ KC വേണുഗോപാൽ കേന്ദ്ര നേതൃത്വത്തിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്, രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയായിരിക്കുന്ന ഒരാളാണ്. ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ നടത്തി ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് നാഷണൽ അത്ര ഒരു ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് നോക്കൂ, അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ നോക്കൂ, കേരളത്തിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, അതായത് 2 പേരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഭരണം കിട്ടാത്തതിനു ശേഷം VD സതീശൻ പ്രതിപക്ഷ നേതാവായി എത്തുന്നു. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നോക്കുന്നു, ഉപതെരഞ്ഞെടുപ്പുകൾ ജയിപ്പിക്കുന്നു, കൃത്യമായ നിലപാടുകൾ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള സ്വന്തമായിട്ടുള്ള നിലപാടായാലും ഇമേജ് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലായ്മ അദ്ദേഹത്തിന് തന്നെ ദോഷമുണ്ടാകുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ബാഹ്യമായി നിൽക്കുന്ന മറ്റു ഉള്ളവരെ അടുപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. പക്ഷെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചു, രമേശ് ചെന്നിത്തല ഒരു ഇരുത്തം വന്ന പൊളിറ്റീഷ്യനാണ്. എല്ലാവരും ഒരേപോലെ കൈകാര്യം ചെയ്തു. അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നു. ഇപ്പം ഈ പറയുന്ന പേരുകളിൽ തന്നെ ആരും ആവണമെന്നില്ല, വേറെയും ആൾക്കാരാകാം. ഇപ്പം നേരത്തെ ഒരു ചർച്ചയിൽ നമ്മൾ രോഹിതേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് വേണമെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാം. ഇവിടെ വന്ന് മത്സരിച്ചാൽ മതി. അതിന് ഏറ്റവും ചെറിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയതിനു ശേഷം ആ ഒരു സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ളൊരു ചോദ്യത്തിന് ആരും കേൾക്കാത്തൊരു പേരുമായിട്ട് അല്ലെങ്കിൽ OJ ജനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ആ ഒരു സ്ഥാനം അലങ്കരിക്കാൻ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെയായിരിക്കും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ആര് മുഖ്യമന്ത്രി ആകുമെന്നുള്ളത്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ ചോദിച്ചിരുന്നു ഇനി BJP യെ തടയാൻ ആരുണ്ടാകുമെന്നുള്ളത്. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഇനിയിപ്പോ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വീണ്ടും വലതോ ഇടതോ എന്നൊരു ചോദ്യം മാത്രമായിരിക്കും നിലനിൽക്കുക. ഒരുപക്ഷെ വലത് എന്നുള്ളൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ UDF എന്നൊരു പ്രസ്ഥാനം ആ ഒരു പാർട്ടി അവസാനിച്ചാൽ പിന്നീട് കേരളം കേൾക്കാൻ പോകുന്നത് BJP അല്ലെങ്കിൽ LDF ഈ പേരുകളായിരിക്കും. ഇതിനെ തടയിടാൻ ഇനി ഒരു പാർട്ടി വരുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം തന്നെ എന്ന് പറയുന്നത്. അല്ല, നമ്മൾ അത് തന്നെ എടുത്തു നോക്കൂ. അതായത് LDFനെ സംബന്ധിച്ച് BJP ഇപ്പോൾ CPM-ന് ഇവിടുന്ന് വളർന്ന് പന്തലിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പം ശബരിമല വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ വെള്ളാപ്പള്ളിയുടെ വിഷയത്തിലായാലും അതേപോലെ സുകുമാരൻ നായരുടെ വിഷയത്തിലായാലും സ്വർണ്ണപ്പാൽ വിഷയത്തിലായാലും സംഗമങ്ങളൊക്കെ സംബന്ധിച്ചു എന്നാലും ഒരു മൈൽഡ് നിലപാടെടുത്ത് CPM-നെ വീണ്ടും ഭരണത്തിൽ കൊണ്ടുവരിക. അവരുദ്ദേശിക്കുന്നത് എന്താണ്? ത്രിപുരയിലും ബംഗാളിലും ഒക്കെ കാണുന്ന പോലെ ഒരു സമയം കഴിയുമ്പം ഭരണവിരുദ്ധ വികാരം കൊണ്ട് പാർട്ടി നശിച്ചു പോകും, ആ സ്ട്രാറ്റജി കേരളത്തിൽ വില പോകുമെന്നുള്ളതാണ് അവരിപ്പോൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2031-ലോ 2036-ലോ പ്രധാന പ്രതിപക്ഷമായി കടന്നു വരാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കാണേണ്ടത് 2026-ൽ കോൺഗ്രസിന് ഒരു പരാജയം സംഭവിച്ചാൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യും. അതായത് ഏകദേശം 10-15 വർഷം അടുപ്പിച്ച് കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിലായിരിക്കുക, സംഘടനയ്ക്ക് വരുന്ന പോരായ്മകൾ, അതേപോലെ തന്നെ UDF-നോട് ചേർന്ന് നിൽക്കുന്ന ലീഗ് ഇനി ഒരു ഭരണമില്ലാതെ അവർക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം, അവരിടതിനോടൊപ്പം പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ ഇനി ഇപ്പൊ BJP-യും LDF-നെയും നേരിടാൻ ഇപ്പോൾ ഡൽഹിയിലൊക്കെ ആദ്യഘട്ടത്തിൽ ആം ആദ്മിയൊക്കെ വന്നതുപോലെ ശക്തമായ പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പം CPI-യുടെ അവസ്ഥയായാലും നമുക്കറിയാം, കൊഴിഞ്ഞുപോക്കാണ് ധാരാളമായി ഇതിന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സംസ്ഥാനത്ത് 1000-ഓളം പേര് തന്നെയാണ് കൊഴിഞ്ഞു പോയിരിക്കുന്നത്. അതായത് കൊല്ലത്ത് നിന്നും അതേപോലെ തിരുവനന്തപുരത്ത് നിന്നും പല മേഖലയിൽ നിന്നും. പിന്നെ LDF-ൽ തന്നെ CPI-ക്ക് ഇപ്പൊ അസംതൃപ്തിയാണെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് മൊത്തത്തിൽ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു സംവിധാനമായി ഈ രാഷ്ട്രീയ പശ്ചാത്തലം മാറുമ്പോൾ എന്റെ ഒരു ധാരണ അടുത്തൊരു 5 വർഷത്തിനകത്ത് കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയം ഉണ്ടാവും. അത് പ്രാദേശികമായ തലത്തിലല്ല, കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയം ഉണ്ടാകും. അത് കൃത്യമായി ഈ BJP-യെയും LDF-നെയും പോലെ ടാക്കിൾ ചെയ്യാനായിട്ട്, അവർക്ക് മുന്നിൽ നിൽക്കാനായിട്ട് പറ്റുന്ന അത്രത്തോളം വൈഡ് റേഞ്ചിലുള്ള ആശയങ്ങളും അത്തരത്തിലുള്ള സോഴ്സ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസും കൊണ്ട് വന്നാൽ മാത്രമേ BJP-യെ തടുക്കാനാവൂ. അല്ലെങ്കിൽ ഒരു പാർട്ടി തന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്ന അവിടെ ഉണ്ടാകുന്ന അരാഷ്ട്രീയ അവസ്ഥയും അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരവും എന്താണെന്ന് നമ്മൾ ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നതാണ്. 10 വർഷം കൊണ്ട് LDF-കാർ എത്രത്തോളം, അതായത് ആന്റി ഇൻകംബൻസി ഇല്ലെന്ന് പറഞ്ഞാലും ഭരണവിരുദ്ധ വികാരം
ഇല്ലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. വികസനങ്ങളുണ്ടോ? വികസനങ്ങളില്ലെന്ന് പറയുന്നില്ല. ഒരുപാട് മാറിയിട്ടുണ്ട് കേരളം, മുന്നോട്ട് പോയിട്ടുണ്ട്, പല കാര്യങ്ങളിലും വികസനമുണ്ട്. പക്ഷെ തുടർച്ചയായി ഒരു പാർട്ടി, ഇപ്പൊ CPM ആയാലും കോൺഗ്രസ് ആയാലും ഇപ്പൊ കേന്ദ്രത്തിൽ NDA ആയാലും തുടർച്ചയായി ഭരിക്കുന്നത് ഒരു ഭരണവിരുദ്ധ വികാരത്തിന് മൊത്തത്തിലിടയാക്കും. അതിന് കൃത്യമായി തടയിടാൻ കേരളത്തിൽ ഉടൻ തന്നെ 2 വർഷത്തിനുള്ളിൽ തന്നെ പുതിയൊരു പാർട്ടിയുടെ ചലനങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങും. ഒരു 10 വർഷത്തിനുള്ളിൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് രീതിയിൽ, അതിപ്പോ നമ്മളുടെ ഇപ്പൊ LDF പോലെ അല്ലെങ്കിൽ NDA പോലെ UDF പോലെ ഒരു അലയൻസിലേക്ക് വരുന്ന തരത്തിൽ ഇവരെ തടയിടാനായിട്ടുള്ളൊരു പുതിയ സംവിധാനം കേരളത്തിൽ ഉണ്ടാകും.